അന്തരിച്ച പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലന്റെ ഭൗതിക ശരീരം വഴുതക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. തത്സമയത്തിലേക്ക് കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, നമുക്കറിയാം കലാകേരളത്തോട് അദ്ദേഹം വിടവാങ്ങുമ്പോൾ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് പോലും സിനിമയിൽ കടന്നു വരുന്ന അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കാനായി ഒക്കെ തന്നെ ആ സ്വപ്നം കാണുന്ന പുതുതലമുറയ്ക്ക് പോലും പ്രചോദനമാകുന്ന ഒരു വ്യക്തി തന്നെയല്ലേ വിടവാങ്ങുന്നത്? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ എക്കാലത്തെ മികച്ച സിനിമകളുടെ ഭാഗമാകാൻ ഒരുപക്ഷെ ആ സിനിമകൾ മലയാളത്തിൽ വിതരണം ചെയ്യാൻ എക്കാലവും കൂടെ നിന്നിട്ടുള്ള പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും വിതരണക്കാരനുമായ ഗാന്ധിമതി ബാലൻ ഈ കലാലോകത്തു നിന്നും വിട്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം 9 മണിയോടുകൂടി വഴുതക്കാടുള്ള വസതിയിലെത്തിച്ചു. സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രസിദ്ധരായ ആളുകളാണ് അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തും നിർമ്മാണ മേഖലയിൽ തന്നെ സിനിമ നിർമ്മാണ വിതരണ മേഖലയിൽ ഇപ്പോഴും സജീവമായി തുടരുന്ന ജി സുരേഷ് കുമാർ, അതോടൊപ്പം തന്നെ ഈ നടനും നിർമ്മാതാവും കൂടിയായ മണിയമ്പിള്ള രാജു, നടൻ ജഗദീഷ്, അതുപോലെ തന്നെ മുൻ മന്ത്രിമാരായ VS ശിവകുമാർ, നിലവിലെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ വ്യക്തികൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സിനിമയ്ക്കപ്പുറം ഒരു നല്ലൊരു വ്യക്തിബന്ധവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഗാന്ധിമതി ബാലൻ. 10 വർഷമാണ് മലയാള സിനിമയിൽ സജീവമായി ഉണ്ടായിരുന്നത്. ആ 10 വർഷക്കാലവും മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു പക്ഷേ സിനിമ പഠിക്കേണ്ട അല്ലെങ്കിൽ സിനിമ എന്ന മേഖലയിൽ പഠന വിഷയമാക്കേണ്ട സിനിമകൾക്ക് അദ്ദേഹം കാരണക്കാരനായത് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദാമിൻ്റെ വാരിയല്ല, അതോടൊപ്പം തന്നെ തൂവാനത്തുമ്പികൾ, അതോടൊപ്പം തന്നെ ഈ പഞ്ചവടിപ്പാലം ആദാമിൻ്റെ വാരികൾ എന്നൊക്കെ പറയുന്ന സിനിമ മലയാള സിനിമയിൽ എക്കാലവും ഒരു നാഴികക്കല്ലായി മാറിയിട്ടുള്ള സിനിമയാണ്. അതോടൊപ്പം തന്നെ പ്രമുഖ സംവിധായകന്മാരായ പത്മരാജൻ, KG ജോർജ് തുടങ്ങിയ വ്യക്തികളുമായിട്ടൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമ അത്തരത്തിലുള്ള സിനിമകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ഇറക്കാൻ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന വലിയ ലോകത്തിലേക്ക് ഏറ്റവും നാഴികക്കല്ലായി മാറുന്ന സിനിമകൾക്ക് തുടക്കം കുറിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് ഗാന്ധിമതി ബാലൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരത്തുള്ള അയ്യൻകാളി ഹാളിൽ വെച്ചിട്ടാണ് പൊതുദർശനം. 5 മണിയോട് കൂടിയാണ് അദ്ദേഹം എന്നേക്കുമായി ഈ ലോകത്തിന് വിട പറയുന്നത്. ശാന്തി കവാടത്തിലാണ് മറ്റു ചടങ്ങുകൾ 5 മണിയോട് കൂടിയാണ് തുടങ്ങുന്നത്. 80കളിലായിരുന്നു ബാലൻ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. 84ലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പഞ്ചവടി പാലം പോലെ എക്കാലത്തെയും ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യം പോലുള്ള ഒരു സിനിമ. അത് പക്ഷേ ഏത് കാലത്തും ആ സിനിമ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിനും യോജിക്കുന്ന രീതിയിലുള്ള സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷമാണ് സജീവമായി ഈ സിനിമാ മേഖലയിൽ നിൽക്കാൻ സാധിച്ചുവെങ്കിലും നിലവിൽ ഇപ്പോഴും അതേ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സിനിമകൾക്കപ്പുറം സൗഹൃദത്തിന് മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയായാണ് മലയാളത്തിൽ നിന്നും നഷ്ടമായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഏതായാലും മലയാള സിനിമയ്ക്ക് എക്കാലവും മികച്ച സംഭാവനകൾ നൽകിയ, മലയാള സിനിമയിൽ എക്കാലവും നാഴികക്കല്ലായ സിനിമകൾ നിർമ്മിച്ച ഗാന്ധിമതി ബാലൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. തലയിടിച്ച് വീണതാണ് മരണ കാരണമെന്നാണ് നിലവിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന വാർത്ത. ഏതായാലും നിരവധി വ്യക്തിത്വങ്ങളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വഴുതക്കാട് വസതിയിലാണ്, ഫ്ലാറ്റിലാണ് ദർശനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി അയ്യങ്കാളി ഹാളിലേക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. വ്യക്തമാണ്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.